നമ്മുടെ സംസ്ഥാനം ആ 25% വഹിച്ചപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങി. ഇപ്പോൾ കേരളത്തിലാകെ നാഷണൽ ഹൈവേയുടെ വികസനം നല്ല നിലയിൽ നടക്കുകയാണ്. അപ്പോഴാണ് ഈ മഴക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഉടനെ അത് സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വീഴ്ചയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമം കേരളത്തിൽ LDFനെ എതിർക്കുന്ന രണ്ടു കൂട്ടരും UDFും BJPയുടെ ചില ആളുകളും ഒരേപോലെ നടത്തുന്നതായി നാം കാണുന്നുണ്ട്. എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും തല ഉയർത്തി തന്നെ പറയും. ഈ കേരളത്തിൽ മുടങ്ങിക്കിടന്ന, ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകും എന്ന നില LDF സർക്കാരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കാരണം തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഞങ്ങൾക്കില്ല. UDF ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? ഈ 9 വർഷം കൊണ്ട് കൂടുതൽ പുറകോട്ട് നാം പോയിട്ടുണ്ടാകുമായിരുന്നു. പിന്നെ ഉണ്ടായ ദുരന്തങ്ങൾ അത് നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന സാങ്കേതിക തകരാർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പരിശോധന സ്വാഭാവികമായും നാഷണൽ ഹൈവേ തന്നെ നടത്തും. ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, കരിമ്പട്ടികയിൽപ്പെടുത്തിയതും അതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗ സംവിധാനത്തിനെതിരെ നടപടികൾ വരുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതൊന്നും കേരളത്തിലെ PWD അല്ലല്ലോ ചെയ്യുന്നത്. അതെല്ലാം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ കേന്ദ്ര വകുപ്പുമാണ്. സ്വാഭാവികമായും അവരത് ചെയ്യും. ഒരു ദുരന്തമോ ഏതെങ്കിലും സ്ഥലത്ത് ചില പ്രശ്നങ്ങളോ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ ആകെ പൊളിഞ്ഞു പോകുമെന്ന് കാണേണ്ടതില്ല. അതെല്ലാം പരിഹരിക്കാനുള്ള സാങ്കേതിക മികവ് നല്ലതുപോലെ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മികവ് വെച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഉണ്ടായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനുള്ള അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുക. നേരത്തെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകരുത് എന്ന് കണക്കാക്കിയവർ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ഇപ്പോഴെങ്കിലും ഇത് കാരണം തടസ്സപ്പെട്ടു പോകുമെങ്കിൽ അതാവട്ടെ എന്ന ചിന്തയോടെ, ആ ദുർബുദ്ധിയോടെ സമീപിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊന്നും മനപ്പായസം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്നത് അവർ മനസ്സിലാക്കിക്കൊള്ളുന്നു. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് UDF ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നാണ്.